إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക് ഈ ജീവിതത്തെ പ്രദാനം ചെയ്തതിൻ്റെ അടിസ്ഥാന കാരണമായി വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു നൽകുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ജീവിതത്തെയും മരണത്തെയുമൊക്കെ റബ്ബ് നമുക്ക് സംവിധാനിച്ചതിൻ്റെ അതിപ്രധാനമായ കാരണം നമ്മളിൽ ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമായ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ആണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ വ്യത്യസ്തമായ വ്യവഹാരങ്ങളിൽ, വ്യത്യസ്തമായ മേഖലകളിലൊക്കെ ഇടപെടുമ്പോഴും നമ്മളുടെ അടിസ്ഥാന ലക്ഷ്യം അത് പരലോകമാണ്, അവിടേക്ക് വേണ്ടി വിജയിക്കാനുള്ള സൽക്കർമ്മങ്ങളാണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. കേവല ദുനിയാവിൻ്റെ ആളുകളായി വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ചില ആളുകൾ അവർ പറയുമെന്നാണ്, ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ. ഈ ദുനിയാവിലുള്ളത് ഞങ്ങൾക്ക് നൽകണമെന്ന് പറയുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ്. എന്നാൽ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് നാളെ പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുകയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
ഒരേ സമയം അനുവദിക്കപ്പെട്ട മേഖലകൾ ഉപയോഗപ്പെടുത്തുക എന്നതോടൊപ്പം തന്നെ നമ്മളുടെ അടിസ്ഥാന ലക്ഷ്യം മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കാതിരിക്കുക എന്നതുകൂടെ അതിനോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിന്റെ ഉടനീളം മരണം വരെ ഇത്തരത്തിൽ സൽക്കർമ്മങ്ങളിലായിരിക്കണം, റബ്ബിന് തൃപ്തികരമായ അവസ്ഥയിലായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നീ നിന്റെ ദുനിയാവിന്റെ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ, നിനക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ, അഥവാ റബ്ബ് കൽപ്പിച്ച റബ്ബിലേക്ക്, അവന്റെ കൽപ്പനകളിലേക്ക് നീ തിരിയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ നമ്മളുടെ ജീവിതം ഈ രൂപത്തിലായിരിക്കേണ്ടതുണ്ട്. എന്നാൽ സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും എല്ലാ സമയവും അവനിലേക്ക് അടുക്കാനുള്ള ആരാധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചില പ്രത്യേകമായ അവസരങ്ങൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ റമദാൻ മാസം അത്തരത്തിൽ നമ്മളൊക്കെ വളരെ ഊർജ്ജസ്വലരായി താല്പര്യപൂർവം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും അതിൽ പരമാവധി പരിശ്രമിക്കുകയും ചെയ്ത ആളുകളാണ്. സഹോദരന്മാരെ, അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ച വളരെ വലിയ പ്രതിഫലം ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരവസരമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കടന്നു വരാനിരിക്കുന്ന മാസവും അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാണ് എന്ന് പഠിപ്പിച്ച മാസമാണ്. ആ പവിത്രമാണ് എന്ന് പഠിപ്പിച്ച മാസമാണ് എന്നതുപോലെ തന്നെ അതിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അതിന്റെ ആദ്യ ദിവസങ്ങൾ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് റബ്ബിലേക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആ 10 ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ അശ്രദ്ധരായിക്കൂടാ. അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്തൊരവസ്ഥയിൽ നമ്മളുടെ കടന്നു വരാനിരിക്കുന്ന ദിവസങ്ങൾ കടന്നുപോയിക്കൂടാ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞതുപോലെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. 10 ദിവസങ്ങളെ പിടിച്ച് 10 ദിവസങ്ങളെ കുറിച്ച് റബ്ബ് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതേതാണ് ആ 10 ദിവസങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മറ്റേത് ദിവസത്തേക്കാൾ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മം ഈ 10 ദിവസം റബ്ബിലേക്ക് പ്രിയപ്പെട്ടതാണ്. ഏത് സൽക്കർമ്മങ്ങൾ ഈ കടന്നു വരാനിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾ റബ്ബിലേക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. ആ സമയത്ത് സ്വഹാബികളിൽ ചിലർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ജിഹാദും അത്തരത്തിലാണോ എന്ന് പറഞ്ഞാൽ, ജിഹാദിന് ലഭ്യമാകുമെന്ന് പറഞ്ഞ പ്രതിഫലവും ഇതിന്റെ താഴെയാണോ നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അവിടെ പ്രവാചകന്റെ മറുപടി, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അതിനോട് തുല്യമാവുകയില്ല. നമ്മളെ ചിന്തിപ്പിക്കേണ്ട, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടെ നോക്കിക്കാണേണ്ട ഒരു വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അഥവാ കടന്നു വരാനിരിക്കുന്ന ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ ഇത്രമാത്രം പ്രിയപ്പെട്ടതാണ്, റബ്ബിലേക്ക് എത്രമാത്രം വളരെ വലുതാണ് എന്നാണ് പ്രവാചകൻ ഈ പറഞ്ഞു നൽകുന്നത്. ജിഹാദ് പോലും അതിനോളം എത്തില്ല എന്ന് പ്രവാചകൻ പറയുമ്പോൾ എത്ര വലിയ പ്രാധാന്യം ആ ദിവസങ്ങൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ ഒഴിച്ചു നിർത്തുന്നുണ്ട്. ഇല്ലാ റജുലൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരു മനുഷ്യൻ ഒഴികെ അയാൾ തന്റെ ധനവുമായിക്കൊണ്ട് തന്റെ സ്വശരീരവുമായിക്കൊണ്ട് ജിഹാദിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ അയാൾ രണാങ്കണത്തിൽ പടപൊരുതി
ثم لم يرجع من ذلك بشيء, യാതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ, അഥവാ അദ്ദേഹം ആ രണാങ്കണത്തിൽ മരണപ്പെട്ടു പോയി, അയാളുടെ സമ്പത്ത് ശത്രു സൈന്യം എടുത്തുകൊണ്ടുപോയി, അങ്ങനെ രണാങ്കണത്തിൽ മരണപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനൊഴികെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, അഥവാ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും നാം സാധാരണ ദിവസങ്ങളിൽ ചെയ്ത അതേ അളവിലല്ല, അതേ പ്രതിഫലത്തിന്റെ അളവിലല്ല രേഖപ്പെടുത്തുക. വളരെ വലിയ പ്രതിഫലമായിരിക്കും രേഖപ്പെടുത്തുക. ഇത് നമ്മൾ പഠിച്ചത് കൊണ്ടാണ്, മനസ്സിലാക്കിയത് കൊണ്ടാണ് റമദാൻ മാസത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങളിലൊക്കെ മുന്നേറിയത്, അല്ലേ? റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? മറ്റിതര മാസങ്ങളെ അപേക്ഷിച്ച് റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ വളരെ വലിയ പ്രതിഫലമുണ്ട് എന്ന തിരിച്ചറിവായിരുന്നു. സഹോദരന്മാരെ, അത്തരത്തിലൊരു തിരിച്ചറിവ് ഈ വരാനിരിക്കുന്ന 10 ദിവസത്തിന്റെ വിഷയത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. അതിൽ അശ്രദ്ധമായി കൂടാ, അതിൽ യാതൊരു ഗൗരവവും ഉൾക്കൊള്ളാതെ ആ ദിവസങ്ങളെ തള്ളി നീക്കുക എന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. റബ്ബ് പറയുന്നു, വയസ്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, ഈ മഅലൂമാത്തുകളായ അറിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇവിടെ അൽ അയ്യാമുൽ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, ദിൽഹിജ്ജ മാസത്തിലെ അയ്യാമുൽ അശ്റാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ റബ്ബിനെ നിങ്ങൾ സ്തുതിക്കേണ്ടതുണ്ട്, സ്മരിക്കേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. കാരണം ഈ ദിവസങ്ങൾക്ക് നമുക്കറിയാം ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്മേളിക്കുന്ന ദിവസമാണ്. ഹജ്ജിന്റെ ദിവസങ്ങളാണ് ഇനി കടന്നു വരാനിരിക്കുന്നത്. അതിന്റെ സവിശേഷതകളൊക്കെ നമ്മൾ ഖുത്ബകളിലൂടെ കേട്ടവരാണ്, മനസ്സിലാക്കിയവരാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഒരു ശരിക്ക് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല പ്രതിഫലമായിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഹജ്ജ്, റബ്ബിലേക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ട ഹജ്ജ്, ആ ഹജ്ജിന്റെ കർമ്മങ്ങൾ നടത്തപ്പെടുന്ന, നിർവഹിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഈ പറയപ്പെട്ട 10 ദിവസങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ പലർക്കും അതിനു മുൻപ് അവസരം ലഭിച്ചവരായിരിക്കാം, പലർക്കും ഇപ്പോഴും അവസരം ലഭിക്കാത്തവരായിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സഹോദരന്മാരിൽ പലരും ആ ഹജ്ജിലാണ്, അവർ അതിനുവേണ്ടി പുറപ്പെട്ടവരാണ് സഹോദരന്മാരെ. പക്ഷേ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ അവിടെ ഹജ്ജ് നിർവഹിക്കുമ്പോ, അവർ വലിയ പ്രതിഫലം അവിടെ കരസ്ഥമാക്കുമ്പോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രതിഫലമില്ലാത്ത ദിവസങ്ങളല്ല ഇനി വരാനിരിക്കുന്നത്. അവർ വലിയ പ്രതിഫലം അവിടെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്കും അങ്ങനെ ഹജ്ജിൽ ഏർപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ. കാരണം അതിന്റെ വലിയ പ്രതിഫലം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും നമ്മളെ അതിനെ ആശിപ്പിക്കുന്നതാണ്, ആഗ്രഹം ജനിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്ക് പലർക്കും അതിന് അവസരമില്ല. എന്നാൽ സഹോദരന്മാരെ, നമുക്ക് പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വലിയ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം മുന്നോട്ട് വെക്കുകയാണ്. നമ്മൾക്ക് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ വമ്പിച്ച പ്രതിഫലമാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളുടെ സൽക്കർമ്മങ്ങളിൽ മുൻഗണനാക്രമം അനുസരിച്ച് നമുക്ക് സൽക്കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. നിർബന്ധമാക്കപ്പെട്ട സൽക്കർമ്മങ്ങൾ അത് നിർബന്ധ ബുദ്ധിയ, വീഴ്ച വരാതെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തേത് നമസ്കാരം പോലെയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ജമാഅത്തായി നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക എന്നതുപോലെയുള്ള വളരെ ഗൗരവത്തിൽ വിശ്വാസി നോക്കിക്കാണേണ്ട നിർബന്ധമായ ബാധ്യതകളാണ്. അത് ഈ ദിവസങ്ങളിൽ ഒരു കാരണവശാലും നമ്മിൽ നിന്ന് വീഴ്ച വന്നു പോയിക്കൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, അഖ്ബിർനി ബിഅമലിൻ അഅലമു അഅമലുഹു യുദ്ഖിലുല്ലാഹു ബിഹി അൽ ജന്ന. പ്രവാചകരെ, ഞാനൊരു പ്രവർത്തനം ചെയ്തു, ആ പ്രവർത്തനത്തിലൂടെ റബ്ബ് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന അത്തരത്തിലൊരു പ്രവർത്തനം എനിക്ക് പ്രവാചകരെ താങ്കൾ അറിയിച്ചു നൽകണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലൈക ബികസ്റത്തി സുജൂദി ലില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദ് വർദ്ധിപ്പിക്കുക, നമസ്കാരം വർദ്ധിപ്പിക്കുക. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജ്ദ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ. റബ്ബിന് വേണ്ടി നീ ചെയ്യുന്ന ഓരോ സുജൂദുമുണ്ടല്ലോ, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ സ്ഥാനങ്ങൾ ഉയർത്താതിരിക്കുകയില്ല, നിന്റെ ദറജകൾ വർദ്ധിപ്പിക്കാതിരിക്കുകയില്ല.
വഹത്ത അൻക ബിഹാ ഖതിആ, നിന്റെ പാപങ്ങൾ റബ്ബ് പൊറുക്കാതിരിക്കുകയില്ല. അപ്പോ നമസ്കാരം അത് നമ്മളുടെ പാപങ്ങൾ വർദ്ധിപ്പിക്കുകയും നമ്മളുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്, നമ്മളുടെ സൽക്കർമ്മങ്ങളിൽ വർധനമുണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു നൽകുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ പ്രയോജനപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, ഈ പറയപ്പെട്ടതുപോലെ ശ്രദ്ധയോടുകൂടെ നമുക്ക് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിലേറ്റവും ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ഈ പറയപ്പെട്ടതുപോലെ നമസ്കാരങ്ങളാണ്, നിർബന്ധമാക്കപ്പെട്ട കർമ്മങ്ങളാണ്. രണ്ടാമത്, ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തുണ്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട റബ്ബിൽ തൃപ്തിപ്പെടുന്ന ഈ ദിവസങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്തുണ്ട്. കാരണം നമ്മളൊക്കെ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തി, അല്ലേ? ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, അൽഹംദുലില്ലാ. കാരണം റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്, അത് അധികരിപ്പിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിഫലമാണ്, അല്ലെങ്കിൽ വമ്പിച്ച പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അത്തരത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ദിക്റുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു നൽകുകയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ദമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അൽ അമലു സ്വാലിഹു മിൻ ഹാദിഹിൽ അയ്യാം. അഥവാ ഈ ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞ ആ ഹദീസിന്റെ വാക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ വളരെ വലുതാണ്. എന്നിട്ട് പ്രവാചകൻ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ഫഅക്സിറൂ, നിങ്ങൾ ധാരാളമാക്കണേ, നിങ്ങൾ വർദ്ധിപ്പിക്കണേ, മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, തഹ്ലീലുകളും ലാ ഇലാഹ ഇല്ലല്ലാഹും അല്ലാഹു അക്ബറും തഹ്മീദും ഒക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി ഈ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ദിക്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന, വേണ്ട പ്രാധാന്യം നൽകാത്ത ഒരു മേഖലയാണ് പലപ്പോഴും ദിക്റുകൾ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥത്തിൽ മുന്നൊരുക്കങ്ങളോ തയ്യാറെടുപ്പുകളോ ആവശ്യമില്ലാതെ ഏറ്റവും ലളിതമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ദിക്റുകൾ. പക്ഷെ പലപ്പോഴും അതിന്റെ പ്രതിഫലത്തിന്റെ വലുപ്പം തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ അതിനെ സംബന്ധിച്ച് വേണ്ട രൂപത്തിൽ പ്രാധാന്യം കൊടുക്കാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് മാത്രം മതി. പ്രവാചകൻ പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, പ്രവർത്തനങ്ങളിൽ തന്നെ ഏറ്റവും പ്രതിഫലാർഹമായ, ഏറ്റവും ഗുണകരമായ ഒരു പ്രവർത്തനത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ? വഅർദാഹ ഇൻദ മലിക്കിക്കും, അത് റബ്ബിന്റെ അടുക്കൽ അങ്ങേയറ്റം തൃപ്തികരമായ പ്രവർത്തനമാണ്. വഅർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ ദറജകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കും. ഈ പറയപ്പെട്ട സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ റബ്ബിന്റെ അടുക്കൽ നിങ്ങളുടെ ദറജകൾ വർദ്ധിക്കും. വഖൈരിൻ ലക്കും മിൻ ഇഅതാഇ الذهب والورق, സ്വർണവും വെള്ളിയുമൊക്കെ ദാനം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്കത് ഉത്തമമാണ്, നിങ്ങൾക്കത് പ്രയോജനപ്രദമാണ്. വമിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, നിങ്ങൾ ഒരു യുദ്ധമുഖത്ത് ശത്രുവിനെ കണ്ടുമുട്ടുകയും അങ്ങനെ ആ ശത്രു നിങ്ങളുടെ ശിരസ് ഛേദിക്കുകയും നിങ്ങൾ അവന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാൻ പോകുന്നത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു നൽകട്ടെയോ? സ്വഹാബികൾ ചോദിക്കുന്നു, വമാദാക യാ റസൂലല്ലാഹ്,
ഇത്രമാത്രം പ്രതിഫലം ഉള്ള ആ പ്രവർത്തനം ഏതാണ് പ്രവാചകരെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദിക്റുല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുക, അവനെ സ്മരിക്കുക എന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ പ്രവർത്തനത്തിന്റെ വലുപ്പം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എത്രയോ സമയം ഒഴിവായി ലഭിക്കുന്നുണ്ട് അല്ലേ? നമ്മൾക്ക് പലപ്പോഴും വളരെ വലിയ ഒഴിവ് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. ആ ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ തള്ളി നീക്കാം, എങ്ങനെ ആ ഒഴിവ് സമയങ്ങളെ വിനിയോഗിക്കാം, എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. പക്ഷേ വിശ്വാസികളായ നമ്മൾ അങ്ങനെ ആസ്വാദ്യകരമാക്കാമെന്ന് ചിന്തിക്കുന്നത് അനുവദിക്കപ്പെട്ട മേഖലകളിൽ നമുക്കത് അനുവദിച്ചത് തന്നെയാണ്. എങ്കിലും അതിനപ്പുറത്തേക്ക് എങ്ങനെ പ്രതിഫലാർഹമാക്കാം എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒഴിവ് സമയം കിട്ടുമ്പോൾ എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്നതിനപ്പുറത്തേക്ക് എനിക്കിത് നാളെ പരലോകത്തേക്ക് എങ്ങനെ മുതൽക്കൂട്ടാക്കാം എന്നത് കൂടെ നമ്മൾ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ശറഅ അനുവദിച്ച നിലക്ക് നമുക്ക് ആസ്വദിക്കാം, അനുവദിക്കപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് നമ്മളുടെ ഒഴിവ് സമയങ്ങൾ നമുക്ക് വിനിയോഗിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ വിശ്വാസി ഈ വിഷയത്തിലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ, ഈ വരാനിരിക്കുന്ന ദിവസങ്ങൾ ഈ പറയപ്പെട്ടതുപോലെ ശ്രദ്ധാപൂർവം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പരമാവധി റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന അവസ്ഥകൾ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഈ മഹിതമായ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് റബ്ബിലേക്ക് അടുക്കാമെന്ന് പറഞ്ഞ ഈ ദിനങ്ങളെ സംബന്ധിച്ച് നമ്മൾ അശ്രദ്ധരാവാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപൂർവം നോക്കിക്കാണേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം, അഖാമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനത്തി 10 സിനീൻ, 10 വർഷത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കഴിച്ചുകൂട്ടുകയുണ്ടായി. യുദഹി, ആ 10 വർഷവും പ്രവാചകൻ ഉദ്ഹിയ്യത്ത് നൽകി എന്നാണ്. അത് വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു സുന്നത്ത് തന്നെയാണ്. കാരണം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന ലഹു സഅ, ഒരാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി വിശാലത നൽകി, അയാൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാൻ തക്ക രൂപത്തിലുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. വലം യുദഹി, പക്ഷെ അയാള് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അയാൾ നമ്മളുടെ മുസല്ലയിലേക്ക് കടന്നു വരേണ്ടതില്ല. അഥവാ പെരുന്നാളിന് നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിലേക്ക് അയാൾ കടന്നു വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം നമ്മൾ തിരിച്ചറിയേണ്ടത്, റബ്ബ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, സഹോദരന്മാരെ, ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിനെങ്ങനെ എനിക്ക് റബ്ബിനോട് നന്ദി പ്രകടിപ്പിക്കാമെന്ന് ആലോചിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ. റബ്ബ് സുബ്ഹാനഹു വ തആല സാമ്പത്തിക ശേഷി നൽകിയിട്ട് ഈ പറയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമുക്ക് നിർവഹിക്കാനൊക്കെ ശേഷിയുണ്ടായിട്ടും നമ്മൾ നിർവഹിക്കാതിരിക്കുക എന്നത് എത്രമാത്രം നന്ദികേടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊരു കേവലം സുന്നത്താണ്. നമ്മൾ പലപ്പോഴും ചെറുപ്പത്തിലെ മദ്രസകളിലൊക്കെ പഠിപ്പിച്ചു നൽകിയതുപോലെ ഇതൊരു സുന്നത്താണ് എന്ന് കേട്ട് പഠിച്ചത് കൊണ്ടായിരിക്കാം പലപ്പോഴും വേണ്ട ഗൗരവത്തിൽ നമ്മൾ എടുക്കാറില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷക്കാലം കഴിച്ചുകൂട്ടി അവിടുന്ന് ഉദ്ഹിയ്യത്ത് നഷ്ടപ്പെടുത്താതെ
ആ 10 വർഷക്കാലവും ഉദ്ഹിയ്യത്ത് നിർവഹിച്ചു എന്ന ഹദീസ് തന്നെ നമുക്ക് മതിയായതാണ് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടാൻ. അതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയാണ്, നമ്മൾ പല കാര്യങ്ങൾക്കും സാമ്പത്തികമായി നമ്മൾ വിനിയോഗിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ആവശ്യക്കാരായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ സാമ്പത്തികമായി അത് കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മളുടെ ദുനിയവിയായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ സാമ്പത്തികമായ ആ സമ്പത്ത് നമ്മൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിൽ റബ്ബിലേക്ക് അടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, അതിന് നമ്മൾക്ക് പലപ്പോഴും ചെറിയ ചെറിയ ന്യായങ്ങളായിരിക്കും അതിന് തടസ്സമായി ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇത് വർഷത്തിലൊരിക്കൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നിർവഹിക്കുന്ന ആളുകൾ അവരുടെ നിയ്യത്ത് ശുദ്ധമാക്കേണ്ടതുണ്ട് എന്നതുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഈ അറവ് നടത്തുന്ന അറവ് മൃഗത്തിലൂടെ അതിന്റെ രക്തമോ അതിന്റെ മാംസമോ ഒന്നും റബ്ബിലേക്ക് എത്തുന്നില്ല. മറിച്ച് നമുക്കതിലൂടെ ലഭ്യമാകുന്നത് വലാകിൻ യനാലുഹു തഖ്വ, റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തഖ്വയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അറവ് നമ്മളോട് കൽപ്പിക്കുകയും നമ്മളത് നിർവഹിക്കുകയും ചെയ്യുന്നതിലൂടെ റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് എത്രമാത്രം റബ്ബിൽ ഭയമുണ്ട്, റബ്ബിന്റെ കൽപ്പനകൾ എത്രമാത്രം നമ്മൾ നിർവഹിക്കുന്നുണ്ട്, അത് പ്രവാചകന്റെ മാതൃകയ്ക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ റബ്ബ് നോക്കുക. നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടി അറുക്കുന്നു, ആരെ ബോധിപ്പിക്കാൻ വേണ്ടി അറുക്കുന്നു, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. റബ്ബിലേക്ക് മാത്രം നമ്മളുടെ ഉദ്ദേശങ്ങളെ പരിമിതപ്പെടുത്തി നിയ്യത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന്റെ വേറെ ഏതെങ്കിലും നിലക്കുള്ള നിയ്യത്ത് മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മുടി മുറിക്കാനോ നഖം മുറിക്കാനോ ഒന്നും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൂടെ ഇതിനോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തികരമായ രൂപത്തിൽ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനും ഏറ്റവും ഇഖ്ലാസോടുകൂടെ ആ സൽക്കർമ്മങ്ങൾ നിർവഹിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്ത് അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.